എനിക്കൊന്നും അത്ര കണക്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഫിലിം ഫീൽഡിലുള്ളവർക്ക് നന്നായി കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ 1-2 റിവ്യൂസ് കണ്ടാണ് വന്നത്. ഞാൻ കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പടം. ഫസ്റ്റ് ഹാഫ് ആക്ച്വലി ഭയങ്കര ഷിറ്റായിട്ടുണ്ട്. ഒരു ഭയങ്കര ബോറായിരുന്നു. ഇതിപ്പം പുന്നാമ്പറമാണ് കാണിച്ചത്. വേണമെങ്കിൽ മുന്നാമ്പറം കാണിച്ചാൽ മതി. അപ്പം കുറേ ലേഡീസെങ്കിലും കയറും. ഇവർ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും മോശം പടം എന്ന് വേണമെങ്കിൽ പറയാം. കുഴപ്പമില്ല, ഹ്യൂമറൊക്കെ ഉണ്ടായിരുന്നു. ടൊവിനോനെ ഇഷ്ടമുള്ളതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കാം. ഇച്ചിരി ഫൈറ്റ് സീനൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. വലിയൊരു സുഖമില്ല. പ്രതീക്ഷ അത്ര ഇതില്ലായിരുന്നു, പക്ഷെ നൈസാ, എനിക്കിഷ്ടമായി. കുഴപ്പമില്ല, കൊള്ളത്തില്ല. കഥയൊന്നും അത്രയ്ക്കില്ല, ക്രിഞ്ചടിക്കും. ഒരു ഹോൾസം പടം പോലെയാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര തമാശയൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ക്രിഞ്ച് മൂമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ആ മൂവി എന്താ പറയുക, ഞാൻ 1-2 റിവ്യൂസ് കണ്ടാണ് വന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പടം അടിപൊളിയായിരിക്കും. അങ്ങനെ ഒരായിട്ടൊന്നുമില്ല, ഒരു ആവറേജ് പടമായിട്ടേ തോന്നിയുള്ളൂ. അങ്ങനെ ഭയങ്കര പെർഫോമൻസോ വലിയൊരു കഥയോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. കണക്റ്റ് ആവില്ല, ഒരു സീക്വൻഷ്യലായിട്ട് കിട്ടുന്നില്ല. പലതിങ്ങനെ കാണിക്കുന്നുള്ള ഒരു സീക്വൻസിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ റിവ്യൂസിലൊക്കെ ഞാൻ കേട്ടത് ഫസ്റ്റ് ഹാഫാണ് കുറച്ചുകൂടെ കിട്ടുന്നതാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി കുറച്ചും കൂടെ ഓഫ് ദ ടു എനിക്ക് സെക്കൻഡ് ഹാഫാണ് തോന്നിയത്. കുഴപ്പമില്ല, ഒരു ആവറേജ് പടം, 1 ടൈം വാച്ചബിൾ, അത്രേ ഉള്ളൂ. ആവറേജ് പടം അത്ര പറയാനുള്ളൂ. അല്ല, പാളിയതെന്നല്ല, എനിക്കൊന്നും അത്ര കണക്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഫിലിം ഫീൽഡിലുള്ളവർക്ക് നന്നായി കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്കത് ആവറേജ് പടമായിട്ടാണ് തോന്നിയത്. ഒട്ടും ഫ്ലോപ്പല്ല, ഭയങ്കര അടിപൊളിയല്ല, മീഡിയം ആയിട്ട്. എനിക്കും സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ മൂവിങ് ആയിട്ട് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഫീൽ ചെയ്തു, ബട്ട് ഓവറോൾ ഓക്കെ. നടികർ ഒരു സിനിമയ്ക്കകത്തുള്ള സിനിമയെക്കുറിച്ചാണ് കഥ പറയുന്നത്. സൂപ്പർ സ്റ്റാർ ഡേവിഡ് പഠിക്കണം എന്നുള്ള ടൊവിനോയുടെ ക്യാരക്ടർ ബേസ് ചെയ്താണ് സിനിമ പോകുന്നത്. ഫസ്റ്റ് ഹാഫ് കുറച്ച് നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോകുന്ന ഒരു മൂമെൻറ്റ് സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ ബിൽഡ് ചെയ്ത് പോകുന്നില്ല. പിന്നെ അയാളുടെ ലൈഫിലുണ്ടാകുന്ന ഒരു സീനാണ് പടം മൊത്തം പറഞ്ഞു പോകുന്നത്. പക്ഷേ എന്താ നല്ലൊരു പടമാണ്. ഫസ്റ്റ് ടൈമിലെ ആ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ മൊത്തത്തിൽ വരാനുള്ള ഒരു പാടായിരിക്കും. അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. പടം കൂടെ നല്ല പടമാണ്. സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫൊക്കെ എങ്ങനെയോ കൊള്ളാം, പക്ഷേ സെക്കൻഡ് ഹാഫ് കൊള്ളാം. പിന്നെ ചില ഡയലോഗൊക്കെ അത്ര കൊള്ളൂലായിരുന്നു. ഭയങ്കര ഒരു ന്യൂസ് ആക്കാൻ നോക്കി പടം. ഫസ്റ്റ് ഹാഫ് ആക്ച്വലി ഭയങ്കര ഷിറ്റായിട്ടുണ്ട്. ഒരു ഭയങ്കര ബോറായിരുന്നു. സെക്കൻഡ് ഹാഫ് ആക്ച്വലി കൊള്ളാം. സെക്കൻഡ് ഹാഫ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് റിഡംഷൻ പോലെ ഉണ്ടായിരുന്നു. പടം ആക്ച്വലി അത് ആവറേജ് ആയിട്ട് ഞാൻ പറയൂ. പക്ഷേ സെക്കൻഡ് ഹാഫ് കൊള്ളാം ആക്ച്വലി. ഇല്ല, ലൈക്ക് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഒരു ഓവറാക്കി കളഞ്ഞൊരു മാതിരി, ഭയങ്കര ഓവറായിട്ട് തോന്നി. ആകത്തൊരു ഇതായിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് പക്ഷേ കുറച്ചുകൂടെ നല്ല ഒരാളുടെ ക്യാരക്ടർ മൂവ്മെൻറ്റാണ്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര വെറുപ്പായിട്ട് തോന്നും. സെക്കൻഡ് ഹാഫ് ആക്ച്വലി അടിപൊളിയാവും. പിന്നെ അല്ല, അതെന്ന് വെച്ചാൽ ടോവിനോയുടെ ക്യാരക്ടർ എങ്ങനെയാണ് പടത്തിൽ, ഞാനങ്ങനെ പറയും. കാരണം ടോവിനോ ഫസ്റ്റ് ഭയങ്കര എന്താ പറയുക മോഡേയായിട്ടുള്ള ക്യാരക്ടർ അഭിനയിക്കുന്നത്. അപ്പോൾ കാണുമ്പോഴത്തേക്കും നമുക്ക് വെറുതെ ഇത്രയും തോന്നും. സെക്കൻഡ് ഹാഫ് ആളച്ച് നന്നാവും, നല്ലൊരു ക്യാരക്ടറാവും, അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. അങ്ങനത്തെ സാധനമാണ്. അപ്പം ടോവിനോ ആക്ച്വലി കുഴപ്പമായിട്ട് അറിയില്ല, പക്ഷേ പടം ഇച്ചിരി ഇതായിട്ടായിരുന്നു. ഒരു ആവറേജ് 7 out of 10 ആ ഒരു ഇതിലേ ഉള്ളൂ. പറയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ തിയേറ്ററിൽ ആളില്ല, സത്യം പറഞ്ഞു. നമ്മൾ പോയപ്പോൾ ഫസ്റ്റും തിയേറ്ററിൽ ആളേ ഇല്ല, പകുതിയിലാണ് കുറച്ചൊക്കെ ആൾക്കാർ വരുന്നത്. തോന്നണില്ല, ഒരാഴ്ചയൊക്കെ കഷ്ടത്തിലൂടെ പോവും ആ ഇതിൽ. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ലാൽ ജൂലിയറിൻ്റെ ഒരു ഹണി ബി 2 എന്നൊക്കെയുള്ള സിനിമയെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ്. പിന്നെ മദിരാക്ഷി, പിന്നെ കുറേ കിടപ്പറ രംഗം, പിന്നെ ഭാവനയും ടൊവിനോയും കൂടെ ലിപ് ലോക്ക്, പിന്നെ ടൊവിനോയുടെ കുറേ ബോഡി ഷോ, പിന്നെ ടൊവിനോ ഫുൾ ന്യൂഡായിട്ട് നിന്നുള്ള ഒരു അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ വരാം. അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർക്ക് വരാം. അല്ലാതെ പ്രത്യേകിച്ച് സിനിമയിൽ ഒന്നും പറയാനില്ല. കാണുമ്പോൾ അയാൾക്ക് പിന്നെ അതിന് ഇതിപ്പം പുന്നാമ്പറമാണ് കാണിച്ചത്. വേണമെങ്കിൽ മുന്നാമ്പറം കാണിച്ചാൽ മതി. അപ്പം കുറേ ലേഡീസെങ്കിലും കയറും. അമ്മാതിരി ഒരു ഇത്. പിന്നെ വേറെയും 1-2 ലേഡീസുമായിട്ടുള്ള അതിൽ വേറെ മോശമായിട്ടൊന്നും കാണിക്കുന്നില്ല. പക്ഷേ നമുക്കറിയാം അതൊരു ന്യൂഡായിട്ടുള്ള ഒരു സീനാണ്, ബെഡ്റൂം സീനാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതൊക്കെ പിന്നെ എന്തിനു വേണ്ടി ഈ സിനിമ ഒരുപക്ഷെ ആൾ കയറാനുള്ള ഒരു മസാല ചേർക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമകൾ കൂട്ടിച്ചേർത്ത പോലെ തോന്നി. റെജീൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പടം എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ്. അതുപോലെ വേറൊരു സിനിമയെ അതിനൊത്ത ഒരു സിനിമയില്ല. ഹണിബി 2 അതിലൊക്കെ എനിക്കൊന്നും അതിൽ പിന്നെയുണ്ട്. അയാളുടെ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും മോശം പടം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എല്ലാം എന്തോ, പിന്നെ കഥ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഉദയനാണ് താരം, പത്മശ്രീ ഭരത്, ഡോക്ടർ സരോജ് കുമാർ, അതിനെയൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയും, അഭിനയിക്കാൻ അറിഞ്ഞൂടാത്ത ഒരാൾ, അയാളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരാൾ വരുന്നു, മറ്റേ പച്ചാളം ഭാസി എന്ന് പറയുന്ന ഒരാൾ വരുന്നതിൽ ഇതിൽ വേറൊരു കഥാപാത്രം. പിന്നെ സൗബിനും സുരേഷ് കൃഷ്ണയും അവരുടെ സിനിമയാണ്. സൗബിൻ്റെ അഭിനയം പുള്ളിയുടെ അഭിനയം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ശരിക്കും കയറി. അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇതിൽ ഒന്നുമില്ല. ടൊവിനോയുടെ ഒരു ഇതുമില്ല. ഇയാളെ ഈ പറഞ്ഞുള്ള ബോഡി ഷോയും നഗ്നതയും കാണിക്കുക എന്നുള്ള ഇതിലല്ല, അപ്പുറം വേറൊന്നുമില്ല സിനിമയിൽ.